അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ. 2. സുബഹ് ബാങ്കിൽ ഹൈഅലകൾക്ക് ശേഷം. 3. ഹൈൽ സമയത്ത് നിസ്കാരം ഖളാ വീട്ടൽ. 4. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ. 5. ജമാഅത്ത് ലഭിക്കാൻ നിസ്കാരം പിന്തിക്കൽ. ഇപ്പുറത്ത് നോക്കൂ. എ ആയത്തുൽ കുർസി. ബി വാജിബ്. സി തസ്വീബ്. ഡി സുന്നത്ത്. ഇ ഹറാം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ. ശരിയായത് ബി വാജിബ്. ബി എന്ന് എഴുതുക. 2. സുബഹ് ബാങ്കിൽ ഹൈലകൾക്ക് ശേഷം. ശരി ഉത്തരം സി തസ്വീബ്. 3. ഹൈൽ സമയത്തെ നിസ്കാരം ഖളാ വീട്ടൽ. ശരി ഉത്തരം ഇ ഹറാം. 4. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ. ശരി ഉത്തരം എ ആയത്തുൽ കുർസി. 5. ജമാഅത്ത് ലഭിക്കാൻ നിസ്കാരം പിന്തിക്കൽ. ശരി ഉത്തരം ഡി സുന്നത്ത്. BCEAD. ഇതിൽ അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക എന്നതാണ്. 6. സുബഹ് ഡാഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫജ്റു സ്വാദിഖ്. സുബഹ് ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ. 7. അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് ഡാഷ് വർഷം ബാങ്ക് കൊടുക്കുന്നവന് നരകമോചനം എഴുതപ്പെടും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 7. അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് 7 വർഷം ബാങ്ക് കൊടുക്കുന്നവന് നരകമോചനം എഴുതപ്പെടും. 8. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ഡാഷ് പ്രതിഫലമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ്. 9. നിസ്കാരം അള്ളാഹുവുമായുള്ള ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുനാജാത്ത്. നിസ്കാരം അള്ളാഹുവുമായുള്ള മുനാജാത്താണ്. 10. ഡാഷ് നിസ്കരിച്ചു കൊണ്ടിരിക്കെ പള്ളിയുടെ ഒരു ഭാഗം വീണു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുസ്ലിമുബിനു യസാർ റളിയല്ലാഹു അൻഹു. മുസ്ലിമുബിനു യസാർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കെ പള്ളിയുടെ ഒരു ഭാഗം വീണു. 11. നിസ്കാരത്തിന് തടസ്സം വരുത്തുന്ന ശൈത്താൻ ഡാഷ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖിൻസിബ്. നിസ്കാരത്തിന് തടസ്സം വരുത്തുന്ന ശൈത്താൻ ഖിൻസിബ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 12. നിസ്കാരം ബാത്തിലാകുന്ന സുജൂദ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ശുക്രിന്റെ സുജൂദ്. നിസ്കാരം ബാത്തിലാകുന്ന സുജൂദ് ശുക്രിന്റെ സുജൂദ്. 13. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ ഡാഷ് മായുന്നതുവരെ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കടും ചുവപ്പ്. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടും ചുവപ്പ് മായുന്നതുവരെ. 14. അദാനിനെ നിയമിക്കുന്നവൻ ഡാഷ് അറിയുന്നവനാവണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സമയം. അദാനിനെ നിയമിക്കുന്നവൻ സമയം അറിയുന്നവനാവണം. 15. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥലം. ഉത്തരം അങ്ങാടികൾ. 16. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദുകളുടെ ഫർളുകൾ ഡാഷ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4. നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിന്റെ സുജൂദുകളുടെ ഫർളുകൾ 4. 17. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. ഉത്തരം മസ്ജിദ് ഖുബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബാ. 18. അദാനിലും ഇഖാമത്തിലും വാചകങ്ങൾക്കിടയിൽ തർത്തീബും ഡാഷും ഉണ്ടാവൽ ഷർത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുവാലാത്തും. അദാനിലും ഇഖാമത്തിലും വാചകങ്ങൾക്കിടയിൽ തർത്തീബും മുവാലാത്തും ഉണ്ടാവൽ ഷർത്താണ്.
അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. 19. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരവും കുറ്റകരമാകും. എപ്പോൾ? ഉത്തരം സുബഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസ്ർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങളിൽ. 20. നിസ്കാരത്തിലല്ലാതെ ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏവ? ഉത്തരം പ്രസവിച്ചയുടനെ കുഞ്ഞിന്റെ ഇരു ചെവികളിലും യാത്രക്കാരന്റെ പിറകിലും. 21. മസ്ജിദിൽ വെച്ച് നടത്തേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏവ? ഉത്തരം ഇബാദത്തുകൾ, ഇൽമു പഠിക്കൽ, നിക്കാഹ് ചെയ്യൽ, എഴുത്തിക്കാഫ്, ജുമാ നിസ്കാരം. 22. നിസ്കാരം നിർബന്ധമാണ്. ആർക്ക്? ഉത്തരം മുസ്ലിമും മുക്കല്ലഫും ഹൈൽ നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും. 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ. 24. ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. എപ്പോഴെല്ലാം? ഉത്തരം അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും, മുസീബത്തിലകപ്പെട്ടവനെ കാണുമ്പോഴും, ഫാസിഖുകളെ കാണുമ്പോഴും. അടുത്ത പ്രവർത്തനം വിശദീകരിക്കുക. 25. നിസ്കാരത്തിൽ പൊതുവെ വരുന്ന കറാഹത്തുകൾ. അപ്പം നോക്കൂ. ആവശ്യമില്ലാതെ തലത്തിരിക്കുക, മേൽപോട്ട് നോക്കുക, ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളിലേക്ക് നോക്കുക, പുരുഷൻ തലയും ചുമലും മറയ്ക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഷർട്ടിന്റെ കൈ പോലുള്ള വസ്ത്രഭാഗങ്ങൾ മടക്കി വയ്ക്കുക, നജസിന് നേരെ നിന്ന് നിസ്കരിക്കുക തുടങ്ങിയവ നിസ്കാരത്തിൽ പൊതുവെ വരാവുന്ന കറാഹത്തുകളാണ്. 26. നൃത്തത്തിലെ കറാഹത്തുകൾ. അപ്പം നോക്കൂ. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വയ്ക്കുക തുടങ്ങിയവ നൃത്തത്തിലെ കറാഹത്തുകളാണ്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.